കണ്ടിട്ട് അറ്റൻഡൻസ് സൈൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്താ അമ്പിളി ഇത്ര വൈകിയത്? Come in. മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. സോറി, ബസ് ലേറ്റായി. That's not an excuse. ബസ് കിട്ടിയില്ലേ ഓട്ടോ പിടിച്ചു വരണം, ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. ഈ മാസം ആരും അധികം ലീവ് എടുക്കരുതെന്ന് സർക്കുലർ ഇറക്കുക തന്നെ അത്ര കണ്ട് വർക്കുള്ളത് കൊണ്ടാ. അത് മനസ്സിലാക്കാതെ വൈകി ഓഫീസിലെത്തുന്നവരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അക്കാര്യം എഴുതി തന്നിട്ട് സ്ഥലം വിട്ടേര്. ഐ എം സോറി സർ. ഡോണ്ട് ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ്. ഇല്ല സർ. പോയിക്കോളൂ. Come on, let's proceed. സ്വീറ്റ് ഹാർട്ട് കരഞ്ഞോണ്ട് പുറത്തേക്ക് പോണത് കണ്ടു. സ്ഥലം വിട്ടിരിക്കില്ല, ബാഗ് അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഒരു മുൻചുണ്ടിക്കാരനാ. പിന്നെ എന്റെ അടുത്ത് കളിയും കൊണ്ട് വന്നാലുണ്ടല്ലോ, മതി കളിയും തമാശയൊക്കെ. വൃത്തിയായിട്ടോ റാസ്കൽ. താനിങ്ങനെ മിടുക്കനാവും മറ്റും വേണ്ട. ഞാൻ ഇപ്പൊ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ടെൽ മൈ ബ്രദർ ആൻഡ് ഫാദർ. എന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? എന്താ സംഭവം? ഞാൻ എന്ത് ചെയ്തെന്നോ? താനിപ്പോ ഓട്ടോറിക്ഷ വെച്ച എന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്തേ? നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ ഞാൻ പോലീസിന് എഴുതി കൊടുക്കും. എന്നത്തെ കാര്യമായി പറയുന്നത്? ഇന്ന്, ഇപ്പോ, ഒരു മണിക്കൂറിന് മുമ്പ്. ഒന്നും അറിഞ്ഞൂടല്ലേ? നിങ്ങൾ ഈ പറയുന്ന സംഭവം ഒരു മണിക്കൂർ മുമ്പാന്നല്ലേ പറഞ്ഞത്? ദാറ്റ് മീൻസ് 11. 11 അല്ല, 11 ആയപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ നിന്ന് ചാടി. 10:30. ഓക്കെ, നിങ്ങൾ പോയി എംഡിയോട് ചോദിക്കൂ ഞാൻ ഇന്ന് രാവിലെ എത്ര മണി മുതൽ ആ റൂമിലുണ്ടെന്ന്. 9:30 മുതൽ ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുക. ഇപ്പോഴാണ് ഇറങ്ങിയത്. പോയി ചോദിക്ക്, വെറുതെ സംശയങ്ങൾ വെച്ചോണ്ടിരിക്കണ്ട. എന്നെ കൊണ്ട് വയ്യ അങ്ങനോട് പോയി ചോദിക്കാൻ. എന്നാ പിന്നെ വേറെ ആരോട് വേണേ ചോദിക്ക്. എട്ലാർക്കോട് ചോദിക്ക്, അല്ലെ മഞ്ജുവിനോട് ചോദിക്ക്. മഞ്ജു പറഞ്ഞ വിശ്വാസമാവുമല്ലോ. ഞാൻ വരുമ്പോ 9:30. അപ്പൊ വിശ്വനാഥൻ സീറ്റിലുണ്ട്. അതിനു മുമ്പേ വന്നു. ഞാനൊരു 9:15 എത്തുമ്പോഴേ അയാൾ ഇവിടെ ഉണ്ട്. എന്താ അമ്പിളി? MD ഒരു 9:45 വന്നു. അപ്പൊ മുതൽ പുള്ളി MDയുടെ റൂമിലാ. എന്തോ ടാക്സിന്റെ പ്രോബ്ലാ. പിന്നെ ഇപ്പോഴാ ക്യാബിന് പുറത്തു വരുന്നത്. എന്താ കുട്ടി സംഗതി? കാര്യം പറ. ആണോ? അല്ല, ആ കൈയുടെ റിസ്റ്റ് ഞാൻ കടിച്ചു മുറിച്ചതാ. മുറിഞ്ഞ ചോര വരുന്നത് ഞാൻ കണ്ടതാ. അത് ഞാനല്ല. പിന്നെ? ഉത്തമൻ, സുഗുൺ കുമാർ, ജോസഫ്, സന്തോഷ്, സുബ്രഹ്മണ്യം, ലത്തീഫ്, എന്നെ പോലിരിക്കുന്ന വേറൊരുത്തൻ. എനിക്കാളെ മനസ്സിലായി. അത് പിന്നെ പറയാം. ഇന്നെന്താ ഉണ്ടായത്? 9:15 ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു. 9:30 മുമ്പ് നിങ്ങൾ അവിടെ വന്നു. ഞാനല്ല, അവൻ. അതെ, അവൻ വന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അമ്പിളി അങ്ങോട്ട് കയറി സംസാരിച്ചാണോ? അതെ, നിങ്ങൾ എന്നെ കണ്ടില്ല. ഞാനല്ല. സോറി, അവൻ. 9:30 ബസ് നിർത്താതെ പോയി. അന്നേരം അവൻ പറഞ്ഞു ഓട്ടോ എടുക്കാമെന്ന്. ഓട്ടോയുടെ കൂലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ കയറി. ഡ്രൈവർക്ക് വഴി മാറി മാറി പറഞ്ഞു കൊടുത്തപ്പോഴാണ് എനിക്ക് ഉദ്ദേശം മനസ്സിലായത്. ഡ്രൈവർ അവൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. ചാടാൻ നോക്കിയിട്ട് അത് സമ്മതിച്ചില്ല. പിടിയും വലിയായി. ഫിസിക്കലായിട്ട് ഓവർകം ചെയ്യാനുള്ള ഡർട്ടി ശ്രമങ്ങൾ. ഒടുവിൽ ഒരു ലോറി കുറുകെ വന്ന് ചാടി ഓട്ടോയുടെ സ്പീഡ് കുറഞ്ഞപ്പോൾ ഞാനൊരു വിധത്തിൽ പറിച്ചു ചാടി. ആള് കൂടാൻ തുടങ്ങുന്നു തോന്നിയിട്ടായിരിക്കും അവ സ്ഥലം വിട്ടു. ഞാൻ പിന്നെ അവിടുന്ന് വേറെ വണ്ടി പിടിച്ച്. അമ്പിളി അവനെങ്ങനെ അഡ്രസ് ചെയ്ത്? പേര് വിളിച്ച്. എങ്ങനെ? വിശ്വനാഥൻ എന്ന് പറയുമ്പോ അവന് മനസ്സിലായിരിക്കുന്നു അവനെ പോലെ ഒരു വിശ്വനാഥനുണ്ടെന്ന്. എന്റെ പേരും അവനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതെ, നൗ യു ഹാവ് ടു ബി ഡബിളി കെയർഫുൾ. എന്തായിരുന്നു വേഷം? അത് ചോദിച്ചോ? ചോദിച്ചു.
ബ്ലാക്ക് ഷർട്ടും ജീൻസും. ബ്ലാക്ക് ഷർട്ടും ജീൻസും. അവനെ മിക്കവരും ഇതുമാതിരി കടും നിറത്തിലുള്ള വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. ഐദർ ബ്ലാക്ക് ഓർ റെഡ് ഓർ ബ്രൗൺ. ആ വന്നു വീഴും. ഏതായാലും ആ പെണ്ണിന് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടോ? സഹതാപം കൂടിയിട്ടുണ്ട് എന്റെ പ്ലൈറ്റ് കേട്ടിട്ട്. ഈ സഹതാപം കൂടുക എന്ന് പറയുന്നത് തന്നെയാണ് അനുരാഗം കൂടുക എന്ന് പറയുന്നത്. ഷേ പാവം കുട്ടി. ഏ ഏതായാലും ആ കൊച്ചിന് ഇനി ആള് മാറി പോവാതിരിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യും. ഒരു പച്ചകുത്ത്. അതും അവളെ മാത്രം കാണിച്ചു കൊടുക്കാൻ പാകത്തിൽ ആരും കാണാത്ത എവിടെയെങ്കിലും കാച്ച്. എവിടെ മതി ദാ വന്നു. ഉടുക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് കണ്ടാ മതി, അല്ലാതെ വലിയ അണിഞ്ഞൊരുങ്ങൊന്നും വേണ്ട. ദാ വരുന്നേ. കൊള്ളാം, നല്ല കളറ്. കൊള്ളാമോ? സാരി കൊള്ളാം. ഇപ്പൊ ഇതൊന്നും വാങ്ങാൻ നിൽക്കണ്ടായിരുന്നു, പെർമനന്റ് ആയിട്ട് മതിയായിരുന്നു ഇതൊക്കെ. അച്ഛന്റെ വിചാരം ഞാൻ പുള്ളിക്ക് മാത്രം ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നാ. കൊണ്ടുവന്നിട്ടുണ്ടോ? സന്ധ്യ ആവട്ടെ, എടുത്തു കൊടുക്കാം. ചേട്ടാ നേര് പറ, ഈ സാരി ആര് സെലക്ട് ചെയ്ത് തന്നതാ? ചേട്ടൻ ഏതായാലും ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്താനൊന്നും വളർന്നിട്ടില്ല. ഏതോ നല്ല ടേസ്റ്റ് ഉള്ള പെമ്പിള്ളേര് സെലക്ട് ചെയ്ത് തന്നല്ലോ ഇത്. ഉള്ളത് പറ. അതെ. ആരാ പെണ്ണ്? പെണ്ണ് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു പെണ്ണ്. പേര് അമ്പിളി. കല്യാണം കഴിച്ചാണോ? അല്ല. സുന്ദരിയാണോ? അതെ. എവിടുത്തെ കാര്യ? അവിടുത്തെ കാര്യം തന്നെയാ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ അഡ്വക്കേറ്റാ. ഒരു ചേട്ടനുള്ളത് അഡ്വക്കേറ്റാ. വേറെ പ്രാരാബ്ദമൊന്നുമില്ല. ജാതി? നമ്മുടെ ജാതി. അമ്മേ കേട്ടോ ഇത്? ഓ അതിനിപ്പോ എന്താ, ടൗണിലാവുമ്പോ അങ്ങനെയൊക്കെയാ. തുണി എടുത്തു കൊടുത്തെന്നും കൂടെ സിനിമയ്ക്ക് പോയെന്നും ഒക്കെ ഇരിക്കും. അവിടെയുള്ള പെമ്പിളർക്ക് അതൊന്നൊരു ദൂഷ്യമല്ല. ശരിക്കും കൊളുത്തി കിടക്കാണോ? അയ്യേ, പയ്യൻ നല്ലതാ, എഞ്ചിനീയറുവാ. സിന്ധുവിന് നല്ല മാച്ചും ആയിരിക്കും. വിശ്വത്തിന് അറിയായിരിക്കണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ നേരല്ലയോ? അതെ. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് പറയല്ല, നല്ല സ്വഭാവമാ. എനിക്ക് എത്ര കാലമായിട്ട് അറിയാവുന്ന കുട്ടിയാ. ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും അന്നത്തെ മട്ടും പഴുതിയും തന്നെ ഇപ്പോഴും. ഞാൻ വെറുതെ സിന്ധുവിന്റെ ജാതകം ഒന്ന് ഒത്തു നോക്കി, ഒരു ചേർച്ചക്കുറവുമില്ല. ആഹാ, അതും കഴിഞ്ഞോ? പിന്നല്ലാതെ. പക്ഷേ സുമങ്ങളെ, അത്രയും നല്ലൊരു പയ്യനെന്ന് പറയുമ്പോ അതിനനുസരിച്ച് നമ്മളും എല്ലാം ചെയ്യണ്ടേ? കാശായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഒരു 10-30 പവന്റെ ആഭരണമെങ്കിലും ഇട്ടയക്കണ്ടേ? അത് പിന്നെ നമ്മുടെ വില കളയാത്ത തരത്തില്. ആ അതാ 30 പവനെന്ന് പറയുമ്പോഴേ ഇപ്പൊ രൂപ 75,000. നമ്മൾ വിചാരിച്ച ഇപ്പൊ ഉടനെ എവിടുന്നാ 75,000 1 ലക്ഷം? കുറെ പുഞ്ചിയോ പാടോ കൊടുക്കാന്ന് വെച്ചാ ഇപ്പൊ ആർക്കാ നെൽകൃഷി വേണ്ട? ഓ അതൊക്കെ അവളുടെ തലയിൽ എന്തെഴുതിയോ അതുപോലെ നടക്കും. ചേച്ചി ഒരു കാര്യം ചെയ്യും, ആ ആലോചന വിടണ്ട. നമുക്ക് 2 മാസത്തിലുള്ള നിശ്ചയം നടത്തി ഉറുങ്ങ എക്സ്ചേഞ്ച് കഴിച്ചു വെക്കാം. ഒരു 8-9 മാസത്തിനപ്പുറത്ത് കല്യാണം. അത് മതി. എങ്കിൽ നമുക്ക് നടത്താം. ഞാനൊരു ചിട്ടിക്ക് കയറുന്നുണ്ട്. നമ്മുടെ ആവശ്യം വരുമ്പോ ഒരു 10-70 രൂപ പിടിക്കത്തക്ക രീതിയിൽ. അച്ഛനോട് പറഞ്ഞോ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാൻ. ഞാനല്ലേ പറയുന്നേ. നല്ല ബന്ധമാ ചേച്ചി, വിടണ്ട. വിശ്വം പറയുന്ന പോലെ ചെയ്താ മതി. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. നോക്കിയപ്പോ വലിയ പ്രതിഷേധമൊന്നും കാണാനില്ല. എന്താ ധൃതി? ധൃതിയോ? കൂടെ പഠിച്ചിരുന്നവന്മാരിലെ എന്നേ പെണ്ണ് കിട്ടി കഴിഞ്ഞു. ചിലര് 2 തന്തമാര് വരെയായി. ഇവിടെ അമ്പിളിയുടെ വീട്ടിലെങ്ങനെയാ? അച്ഛൻ എന്ത് പറയുന്നു? ഹാപ്പി ആയിരിക്കണമെന്ന് തോന്നുന്നു. ഒരു ദിവസം വീട് വരെ ഒന്ന് വരേണ്ടി വരും. ഇപ്പൊ വേണേ വരാലോ. ഇപ്പൊ വേണ്ട, വരേണ്ടപ്പോ ഞാൻ പറയാം. ഓഫീസിൽ MD-യുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കുമോ എന്തോ. അങ്ങേരുടെ കാര്യം നമ്മൾ എന്തിനാ തിരക്കുന്നേ? അല്ല, പുള്ളി ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാന്നല്ലയോ പറയുന്നത്. പ്രത്യേക സ്വഭാവമൊക്കെ എടുക്കേണ്ടവരടുത്തേ എടുക്കൂ. സക്സസ്ഫുൾ ആവുന്ന തോന്നുന്നിടത്തെ പുള്ളി ട്രൈ ചെയ്യൂ. അല്ലാത്തവരെ ഒഴിവാക്കി കളയും.
പെണ്ണിനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചോണ്ട് പോയിട്ട് ഒടുവിൽ പെണ്ണുമില്ല കാശുമില്ല. അല്ലടാ ബാസ്റ്റേഡ്. അയ്യോ, നീ എന്താ വിചാരിച്ചേ? എന്തെങ്കിലും എന്റെ മുമ്പിൽ ഒന്ന് ചാടത്തില്ലെന്ന്? ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2000 രൂപയായി എണ്ണിത്തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ആർ ടോട്ടലി മിസ്റ്റേക്കൻ. പ്ലീസ് ലിസൺ ടു മീ. അഭ്യാസം ഇറക്കാതെ വെയ്യടാ പട്ടി കാശ്. മാന്യത വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പൊയ്ക്കോളൂ എന്ന് കരുതി. എനിക്ക് അതിൽ കുറച്ചുള്ള മാന്യത മതി. എടാ, സ്ട്രീറ്റിൽ നിന്ന് വന്നവനാ ഞാനും. ശരിക്ക് കഷ്ടപ്പെട്ടിട്ടാ കാശുണ്ടാക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്കിനെ കാണിച്ചു തന്നിട്ട് 2000 രൂപ കൊടുത്താൽ അവളെ ബുക്ക് ചെയ്തുകൊണ്ട് തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് കാശും കൊണ്ട് മുങ്ങിയ കള്ളം. 2000 ഉലുവ പോയത് മിച്ചം. ഇന്ന് വരെ പെണ്ണിനെയും കണ്ടിട്ടില്ല, ഇവനെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചായിരിക്കും, പക്ഷെ അത് ഞാനല്ല. സി, എന്റെ അഡ്രസ് കാർഡ്. ഐ എം വിശ്വനാഥൻ. ഇവിടെ ഫീനിക്സ് എക്സ്പോർട്സിലെ പ്രൊഫഷണൽ ഓഫീസറാണ് ഞാൻ. നിങ്ങൾ ഈ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം ബിഫോർ ജമ്പിങ് ഇൻ കൺക്ലൂഷൻസ്. വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. മൈ ഓഫീസ് നമ്പർ ഈസ് ദേർ. യു കാൻ ടോക്ക് ടു മൈ ഓഫീസർ. ഹി വിൽ കൺഫേം മൈ സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് ദിസ്? വണ്ടി കയറ്. അയ്യോടാ വണ്ടിയിൽ. ഫോൺ ചെയ്യണ്ട, ഞാൻ വരാൻ നിന്റെ കൂടെ. സർ, ഇവിടുന്ന് റൈറ്റ്. അറിയാം, പറഞ്ഞുതരണ്ട. See, this is my office. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് കയറ്റിന്ന്. ഇൻഫാക്ട് ഞാൻ മതി മതി, നീ ആഫീസിൽ കയറ്, ഞാൻ നോക്കട്ടെ. സാറിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം. ഇന്ന് വൈകിട്ട് ഓഫീസ് സർവീസ് കഴിഞ്ഞ് ബൈ 6:37 മിസ്റ്റർ വിശ്വനാഥൻ എന്നെ ഒന്ന് കാണണം. സർ. ഹോട്ടൽ 5-നെ അറിയാം സർ. അവിടെ വന്നാൽ മതി. ഐ വിൽ ബി ദെയർ. സർ. വൈകിക്കരുത്, 7 മണിക്ക് മുമ്പ് എത്തിക്കണം. സർ.